അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കായ റവ ലഡു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. റവ ലഡു റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറുത്ത മുന്തിരി, അര കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പാല്, നെയ്യ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടി ഒന്ന് വറുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 2 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിൽ റവയൊന്ന് വറുത്തെടുക്കാം. റവ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള് ഏലക്കാപ്പൊടിയുമാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. കുറേശ്ശെയായിട്ട് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാൽ ഒഴിക്കും തോറും നമ്മുടെ റവ ലഡുവിന് നല്ല സോഫ്റ്റ് കൂടും. ഇപ്പോൾ പാലെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറുത്ത മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസുകളാക്കി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.